ഒരു ബോഡി കിട്ടി, തല കിട്ടിയില്ല. ബോഡി മാത്രം റെയിൽവേ ലൈനിൻ്റെ അടുത്തുനിന്ന് കിട്ടി. അപ്പോൾ ബോഡി കൊണ്ട് ഇവർ വന്നു വടക്കാഞ്ചേരി പോലീസ്. കേസ് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും വിവരം കിട്ടി. എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ തല തൃശ്ശൂർ കിട്ടി. അങ്ങനെ എനിക്ക് വിഷമം വന്ന് വേറൊരു കേസാണ്. ഒരു ചുമട്ട് തൊഴിലാളിയായിരുന്നു. അവർ ഗ്രാനൈറ്റിൻ്റെ വലിയ ബ്ലോക്ക് ഇങ്ങനെ ലോറിയിൽ നിന്ന് ഇറക്കി കയറ്റിച്ച സമയത്ത് അത് പെട്ടെന്ന് വന്ന ആളുടെ മുഖത്ത് വീണുപോയി. വേറെ ശരീരത്തിൽ എവിടെയും ഒരു ഇഞ്ചുറി ഇല്ല, പക്ഷെ മുഖം ചതഞ്ഞു പോയി. ഇങ്ങനെ കണ്ണൊക്കെ തുറക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കുറേ പുഴുക്കളുടെ അറ്റം ഇങ്ങനെയുള്ള ആ ഓട്ട കുറേ എണ്ണം, ഒരു 100 എണ്ണമൊക്കെ ഇങ്ങനെ അടുത്തടുത്തിരിക്കുന്നിട്ട് അതിങ്ങനെ ഇളകും. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കിരികിരിപ്പ് തോന്നും. അതിനായിട്ട് അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു പോയ്സണാണ്. പക്ഷെ അതേപോലെ തന്നെ അത് നഷ്ടപ്പെട്ടു പോകും. ഫേമസ് ആയ ജോളി കേസിലൊക്കെ അവർ കുഴിച്ചെടുത്തപ്പോഴൊന്നും അത് കിട്ടാറുന്നത് അത് വെറുതെ ഉടനെ ഫ്രഷ് ബോഡി ചെയ്താൽ തന്നെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നൊരു സാധനമാണ്. നമ്മൾ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് എല്ലാ ഇന്ദ്രിയങ്ങളും തുറന്നു വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. കാഴ്ച, അതേപോലെ മണം, അതിൻ്റെ സ്പർശം എല്ലാം പ്രധാനമാണ്. കാഴ്ച ഏറ്റവും പ്രധാനം. പിന്നെ ഓട്ടോപ്സി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സീ ഫോർ വൺ സെൽഫ് എന്നാണ്. ഓട്ടോ ഓപ്സിയ, കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു കേസ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വിധം ഫുൾ പ്രൂഫ് ആയിരിക്കും. എന്താണ് പറയാൻ കാരണം എന്ന് വെച്ചാൽ ആ ചെയ്യണ ഒരാൾ മാത്രമല്ല, ചുറ്റുമുള്ള 12 കണ്ണുകൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുക. ഒരാൾ കണ്ടില്ലെങ്കിൽ മറ്റൊരാൾ അത് കാണും. സാർ ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, ഇവിടെ ഇതൊരു ഉണ്ടല്ലോ, അപ്പോൾ ഇതിങ്ങനെ ഒരാൾ ചിന്തിക്കാത്തത് മറ്റൊരാൾ ചിന്തിക്കും. മിസ് ചെയ്യില്ല, കാര്യങ്ങൾ മിസ് ചെയ്യില്ല. സാർ നമുക്ക് ഇതും കൂടെ ടെസ്റ്റ് ചെയ്താലോ, നമുക്ക് ഇന്നതും കൂടെ ചെയ്താലോ, എപ്പോഴും ആ ഒരു ഡിസ്കഷൻ വരും. അതുകൊണ്ട് ആ കാഴ്ച വളരെ പ്രധാനമാണ്. ഓരോ നിറവ്യത്യാസങ്ങൾ പ്രധാനമാണ്. ഒരു കുത്തും പുള്ളിയും പ്രധാനമാണ് ഒരു ശരീരത്തിൽ. ഒരു കേസ് എനിക്ക് ഓർമ്മയുള്ളത്, എൻ്റെ ഒരു ജൂനിയർ ചെയ്ത കേസാണ്. ഒരു വയസ്സായ മനുഷ്യൻ വീട്ടിൽ മരിച്ചു എന്നുള്ള കഥ. ആളുടെ കയ്യിൽ മഷി, തള്ളവിരലിൽ കറുത്ത മഷി. ഉടനെ അവൾക്ക് സംശയം, തള്ളവിരലിൽ കറുത്ത മഷി, വയസ്സായ ആൾ. അപ്പോൾ അവർ പോലീസിനോട് ഒന്നുകൂടെ നമ്മൾ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആൾ താമസിക്കുന്നത് ഒരു സ്ത്രീയുടെ കൂടെയാണ് കുറേ കാലമായിട്ട്. അവരുടെ ഭർത്താവും മകനും അവരുടെ കൂടെ തന്നെ താമസിക്കുന്നുണ്ട്. എല്ലാവരും ഒന്നിച്ച് താമസിക്കുന്നു. പിന്നെ അയാൾക്ക് സ്വത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സ്വത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു പോലീസിനോട്, ഇങ്ങനൊരു കാര്യമുണ്ട്, ശ്രദ്ധിക്കണം. അപ്പോൾ ഓരോ സംശയങ്ങൾ തുടങ്ങുന്നത് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിൽ നിന്നാണ്. എവിടെയെങ്കിലും ഒരു കളറോ ഒരു പെയിൻറ്റോ ഒരു കുത്തോ ഒരു പുള്ളിയോ, പലപ്പോഴും വെള്ളിക്കെട്ടൻ്റെ കടി, ക്രേറ്റിൻ്റെ ബൈറ്റ്, ചിലപ്പോൾ വളരെ ചെറിയ എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കുന്ന പോലെ ഒരു കുത്തേ ഉണ്ടാവുള്ളൂ. അത് ഒരു അണലിയുടെ കടി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നല്ലപോലെ ലോക്കൽ റിയാക്ഷൻ എന്ന് പറയും. അവിടെ നല്ലപോലെ വീർത്ത് വരും, ചുമന്ന് വരും. അത് മിസ് ചെയ്യില്ല, അത് കാണും നമ്മൾ. പക്ഷേ ഒരു വെള്ളിക്കെട്ടൻ്റെ കടി എങ്ങനെ അത് പലപ്പോഴും ചിലപ്പോൾ മിസ് ചെയ്തു പോകും. നാളെ 2 കുട്ടികൾ മരിച്ച സംഭവത്തിലൊക്കെ പറഞ്ഞു, വീട്ടുകാരൊന്നും അറിഞ്ഞില്ല. പോയപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടർ പരിശോധിച്ചപ്പോഴാണ് കണ്ടത്. അത് മിസ് ചെയ്തു പോവാം. ഈവൻ ഡോക്ടർമാർ മിസ് ചെയ്തു പോവാം. പോസ്റ്റ്മോർട്ടത്തിൽ മാത്രം ചിലപ്പോൾ കണ്ടെത്താം. അപ്പോൾ അത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മളത് കാണണം. കാഴ്ചയുടെ പ്രാധാന്യം. ചിലപ്പോൾ കഴുത്തിലൊക്കെയുള്ള പാടുകൾ, ഒരു തൂങ്ങി മരണത്തിൻ്റെ പാടുകൾ, ചിലപ്പോൾ ഇങ്ങനെ തുണി പോലത്തെ സാധനങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നേർത്ത പാട് എവിടെയെങ്കിലും ഒരു അരികിലൊക്കെ ഉണ്ടാവുള്ളൂ. അവിടെ നിന്നായിരിക്കും നമ്മളത് പിടിക്കുക. കാരണം വീട്ടുകാർ ചിലപ്പോൾ അത് അഴിച്ചു മാറ്റിയിട്ട് പറയും കുഴഞ്ഞു വീണു. എന്തുകൊണ്ടോ മനുഷ്യർക്ക് ആത്മഹത്യയോട് വലിയൊരു സ്റ്റിഗ്മയുണ്ട് നമ്മുടെ സമൂഹത്തിന്. ആത്മഹത്യ ചെയ്തു വീട്ടിലൊരാളെന്ന് പറയാൻ ഉള്ള പ്രശ്നം കൊണ്ട് ഇവർ കുഴഞ്ഞു വീണ് കിടക്കുന്ന കണ്ടു, ബാത്റൂമിൽ കുഴഞ്ഞു വീണ് കിടക്കുന്നു. അപ്പോൾ കഴുത്തിൽ പാടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ചോദിക്കും, പോലീസ് വീണ്ടും ചോദിക്കുമ്പോൾ അവർ പറയാം തൂങ്ങി നിൽക്കുകയായിരുന്നു, ഞങ്ങൾ അഴിച്ചു. പക്ഷെ അപ്പോഴേക്കും കൂടുതൽ സംശയങ്ങളാണ്, ഇവരിതിന് മറച്ചു വെച്ചു, അങ്ങനത്തെ സംശയങ്ങൾ. അപ്പോൾ അത് ചെയ്യാതിരിക്കുക, അത് ഉള്ള സത്യം പറയുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇങ്ങനത്തെ പാടുകൾ, എല്ലാ സാധനങ്ങളും, ഒരു പാറ്റേൺ എല്ലാം വളരെ വളരെ പ്രധാനമാണ്. കാഴ്ച, മണം. നമ്മൾ ചിലപ്പോൾ ഒരു മണത്തിൽ നിന്നായിരിക്കും ഒരു പോയ്സണിങ്, ഈ ബോഡിക്ക് എന്തോ ഒരു മണം ഉണ്ടല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മോർച്ചറിയിൽ വേറെ ഒരു മണം അനുവദിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സാർമാർ ഈവൺ ഒരു ഡീകമ്പോസ്ഡ് കേസാണെങ്കിലും ഒരു അഴുകിയ മണമാണ് അതിലുണ്ടെങ്കിലും അതിൽ നമ്മൾ മറ്റെന്തെങ്കിലും ഒരു മണം ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. എല്ലാ ഇന്ദ്രിയങ്ങളും തുറന്നു വെച്ച് നമ്മൾ ചെയ്യുക, എന്തെങ്കിലും ഒരു മണമുണ്ടോ. അപ്പോൾ ഈ പിള്ളേർ ഇങ്ങനത്തെ അമൃതാഞ്ജനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കടുത്ത മണങ്ങളും കൊണ്ട് കയറി വരുമ്പോൾ ഉറപ്പായിട്ടും അവരെ പുറത്താകും. മാത്രമല്ല ചിലപ്പോൾ നമ്മൾ ഈ സ്റ്റൊമക്ക്, അതായത് ആമാശയം തുറക്കുമ്പോൾ അവിടെ എന്തെങ്കിലും കഴിച്ചിട്ട് എന്തെങ്കിലും വിഷമോ എന്തെങ്കിലും സാധനങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണം പെട്ടെന്ന് അപ്പോൾ വരും. അപ്പോൾ നമ്മളിത് തുറക്കുന്ന സമയത്തേക്ക് പെട്ടെന്നൊരു മണം വരും, എന്തോ ഒരു മണം. അപ്പോൾ അപ്പുറത്തുനിന്ന് ആരെങ്കിലും പറയും, അത് ഞാൻ സാനിറ്റൈസർ ഇട്ട് കൈ തുടച്ചതാണ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും, അങ്ങനത്തെ സംഭവങ്ങൾ സംഭവിക്കും. അപ്പോൾ മണം വളരെ പ്രധാനമാണ്. സയനൈഡിൻ്റെ മണം പറഞ്ഞ പോലെ, സയനൈഡിൻ്റെ മണം ജനറ്റിക്കലി തന്നെ എല്ലാവർക്കും അത് മണക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അപ്രിഷ്യേറ്റ് ചെയ്യാൻ കഴിയില്ല. അതൊരു ശതമാനം ആളുകൾക്കാണ് ആ മണം സയനൈഡിൻ്റെ ആണെന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അപ്പോൾ കുറച്ച് പേർക്ക് പറ്റും, എനിക്ക് പറ്റാറുണ്ട്. പക്ഷേ അത് എന്ത് മണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് പറ്റാറില്ല. സാധാരണ ഇതിൽ പറയാറുള്ളത് കപ്പയുടെ ഇല ചതച്ച്
മണത്ത പോലത്തെ ഒരു മണം എന്നാണ് പറയുന്നത്. പുസ്തകങ്ങൾ ബിറ്റർ ആൽമണ്ട് സ്മെൽ എന്നൊക്കെ പറയും. നമുക്ക് പരിചയമുള്ളത് ഇതായതുകൊണ്ട് നമ്മളിത് പറയുന്നു. അത് ചില ആൾക്കാർക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസ് വന്നാൽ, സൈനൈഡ് ആണോ സംശയമുള്ളൊരു കേസ് വന്നാൽ അങ്ങനെ മണം കിട്ടുന്ന ആൾക്കാരെ വിളിച്ച് നമ്മൾ മണപ്പിക്കും. പിന്നെ മണം നിങ്ങൾക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുറേ നേരം അത് മണത്തുകൊണ്ടിരുന്നാൽ തലവേദന വരും. സൈനൈഡ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു പോയ്സണാണ്. പക്ഷെ അതേപോലെ തന്നെ അത് നഷ്ടപ്പെട്ടു പോകും. അതായത് നമ്മളിത് ടെസ്റ്റിന് അയക്കുന്ന സമയത്ത് ഈ സാമ്പിളുകൾ അയക്കുന്നത് നമ്മൾ എമർജൻസി എന്ന് എഴുതിയാണ് അയക്കുന്നത് കെമിക്കൽ എക്സാമിനേഴ്സ് ലാബിലേക്ക്. കാരണം ഇത് വെച്ചിരിക്കും തോറും ഇത് നഷ്ടപ്പെട്ടു പോകും. പിന്നെ ടെസ്റ്റ് ചെയ്താൽ പോസിറ്റീവ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എമർജൻസി അയക്കുമ്പോൾ അവർ ഉടനെ തന്നെ ആ കേസുകൾക്ക് പ്രയോറിറ്റി കൊടുത്ത് ആദ്യം എടുത്ത് ചെയ്യും. മേ ബി അതുകൊണ്ടായിരിക്കും നമ്മൾ ഫേമസ് ആയ ജോളി കേസിലൊക്കെ അവർ കുഴിച്ചെടുത്തപ്പോഴൊന്നും കിട്ടാറുന്നത്. അത് വെറുതെ ഉടനെ ഫ്രഷ് ബോഡി ചെയ്താൽ തന്നെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നൊരു സാധനമാണ് സയനൈഡ്. പിന്നെ അതിന് മണം മാത്രമല്ല, അതിന് വേറെ ഫൈൻഡിങ്സ് ഉണ്ട്. ഒരു കൊറോഷൻ എന്ന് പറഞ്ഞാൽ ഒരു പൊള്ളൽ പോലത്തെ ഒരു ഫൈൻഡിങ് ഉണ്ട്. അപ്പോൾ ആമാശയത്തിൻ്റെ ഉള്ളിലത്തെ സ്ഥലത്തിൽ ഒരു പൊള്ളൽ വന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും. പിന്നെ വേറൊരു കേസിൽ എൻ്റെ ഒരു കൊളീഗ് ചെയ്തൊരു കേസിൽ ആള് ചുണ്ടൊക്കെ ഇങ്ങനെ പൊള്ളിയ പോലെ ഉണ്ട്. പിന്നെ ആളുടെ ദേഹത്ത് ഇവിടെ ഇങ്ങനെ കയ്യിലൊക്കെ ഒരു പൊള്ളൽ. അപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല. അതെന്തോ ഒരു കെമിക്കൽ ബേൺസ് പോലത്തെ സാധനം. അതുമായിട്ട് ഒരു ഹിസ്റ്ററി ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ നോക്കിയപ്പോൾ അകത്ത് ഇന്ന് സയനൈഡാന്ന് മനസ്സിലായി. അപ്പോൾ അത് കഴിച്ച് ഛർദ്ദിച്ചിട്ട് ഈ ഛർദ്ദിലാണ് കിടന്നത്. അത് തട്ടി അത്രയും ഭാഗം ഈ പൊള്ളൽ വന്നു. അത്രയും കൊറോഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് സയനൈഡ്. അപ്പോൾ അങ്ങനെ മണങ്ങളുടെ കാര്യം വളരെ പ്രധാനമാണ്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, ഒരുപാട് ഡിസ്കഷൻസ് നടക്കുന്ന ഒരു സ്ഥലമാണ്. ചിലപ്പോൾ ഒരു കേസ് അപ്പോൾ മാത്രമായിരിക്കില്ല ഡിസ്കഷൻ. അത് കഴിഞ്ഞ് നമ്മൾ സാർമാരുമായിട്ട് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ചെന്നിട്ടും അത് ഒരുപാട് നേരം ഡിസ്കസ് ചെയ്യും, തർക്കിക്കും. സാർമാരോട് നമുക്ക് തർക്കിക്കാൻ പറ്റും. നമ്മൾ പല പുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇതിലിങ്ങനെ പറഞ്ഞു അങ്ങനെ തർക്കിച്ച് അത് നമ്മൾ ഓരോരുത്തർക്കും ഒരു ഫോറൻസിക് എക്സ്പേർട്ട് എന്ന നിലയിൽ എത്ര ഗുണം ചെയ്യുന്നു, അതേപോലെ ഓരോ കേസിൻ്റെ ഔട്ട്കമ്മിനും അത് അത്ര തന്നെ ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കാരണം അത്രയും മനസ്സുകൾ അതിന് വേണ്ടി അത്രയും എന്താ പറയുക, ലേൺഡ് മൈൻഡ്സ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, അതിനെക്കുറിച്ച് തർക്കിക്കുന്നു. അതിന് ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഉത്തരം നമ്മൾ അതിന് അവസാനം കണ്ടെത്തുന്നു. പിന്നെ ഓരോ കേസുകൾ, പ്രത്യേകിച്ച് റോഡ് ട്രാഫിക് ആക്സിഡൻറ്റുകൾ, അതിലൊക്കെ ഈ പാറ്റേൺ ഓഫ് ഇഞ്ചുറി എന്നുള്ളത് വളരെ പ്രധാനമാണ്. എങ്ങനെ നമ്മൾ അതിൽ നിന്ന് ഒരു ഇവൻറ്റ് റീക്രിയേറ്റ് ചെയ്ത് എടുക്കും, അതായത് എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത്, ഇതിങ്ങനെ ആയിരിക്കാം, ഇതിൽ തട്ടി അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം. ഈ സംഭവം നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നത് ഈ ശരീരത്തിലുള്ള പരിക്കുകളുടെ പാറ്റേൺ നോക്കിയിട്ട് അത് പഠിച്ചിട്ടാണ്. അതൊക്കെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഡെമോ ആയിട്ടും അങ്ങനെയൊക്കെ ചെയ്തും ഡിസ്കസ് ചെയ്തും ചിത്രം വരച്ചും ഒക്കെ നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത്. പിന്നെ മോർച്ചറിയിൽ ഞാൻ പറഞ്ഞു പേടി തോന്നിയിട്ടുണ്ടെന്ന് ആൾക്കാർ ചോദിക്കുന്നു. പേടി തോന്നേണ്ട ഒരു സ്ഥലമേ അല്ല ഒന്നാമത്തെ കാര്യം. ഒന്നാമത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ സാധാരണ പറയുന്ന മറുപടി, മരിച്ച മനുഷ്യരെ പേടിക്കുകയേ വേണ്ട. പക്ഷേ ഒരിക്കൽ പേടി തോന്നിയിട്ടുണ്ട്. അതെന്ത് കേസാണെന്ന് ഞാൻ പറയാം. ഒരു മർഡർ കേസ്, ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ നിന്നൊരു പേടി തോന്നി. അതെന്താണെന്ന് ഞാൻ പറയാം. എന്തായാലും പേടി. പിന്നെ പറഞ്ഞാൽ അറപ്പ്. ചില കേസുകളിൽ നമുക്കൊരു അറപ്പ് തോന്നുന്നു വെച്ചാൽ ഈ അഴുകിയ കേസുകളിൽ കുറേ അത് കാണുമ്പോൾ അങ്ങനെ അറപ്പ് അതൊന്നുമില്ല, നമുക്ക് ശീലമായിപ്പോയി. അഴുകിയ കേസുകളാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്യുന്നത്, അതിൽ അറപ്പില്ല. പക്ഷെ ചിലപ്പോൾ അതിൽ ഒരുപാട് പുഴുക്കളുണ്ടാവും. പുറമേ ഉള്ള പുഴുക്കൾ കാണുമ്പോൾ എനിക്ക് അങ്ങനെ അറപ്പ് തോന്നാറില്ല. പക്ഷെ കണ്ണൊക്കെ തുറക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കുറേ പുഴുക്കളുടെ അറ്റം ഇങ്ങനെയുള്ള ആ ഓട്ട കുറേ എണ്ണം, ഒരു 100 എണ്ണമൊക്കെ ഇങ്ങനെ അടുത്തടുത്തിരിക്കുന്നിട്ട് അതിങ്ങനെ ഇളകും. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കിരികിരിപ്പ് തോന്നും. അതൊരു അറപ്പെന്ന് ഞാൻ പറയില്ല, ഒരു ചെറിയൊരു ഉള്ളിൽ ഇങ്ങനെ ഒരു കിരികിരിപ്പ് തോന്നുന്ന ഒരു ഫീലിംഗ് വരും. അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ മണം, അതെ, അഴുകിയ ബോഡിയുടെ മണത്തിനേക്കാളും എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് റെയിൽവേ കേസുകളിലൊക്കെ ഈ മാംസവും രക്തവും കൂടി അരഞ്ഞ ഒരു മണം, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഒരു കുത്തിക്കയറുന്ന മണമാണ്. അത് എന്തുകൊണ്ട് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ റെയിൽവേ കേസുകൾ ചെയ്യുന്നത് തന്നെ നമുക്കൊരു മനസ്സിനെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ മനുഷ്യരല്ലേ, എല്ലാം നമ്മളെ ബാധിക്കില്ല എന്ന് പറയാനേ കഴിയില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ഇങ്ങനെ ചിന്ന ഭിന്നമായി കിടക്കുകയാണ് നമ്മുടെ മുന്നിൽ, പല പല ഭാഗങ്ങളായി പോയി. ഒരു മനുഷ്യൻ മരിച്ചു എന്നുള്ളത് എല്ലാം നമ്മൾ ഡെഡ് ബോഡികളാണ് കാണുന്നത്. മരിച്ചു എന്നുള്ളതൊരു സത്യം, അല്ലെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഇങ്ങനെ മരിച്ചല്ലോ എന്നും നമുക്ക് തോന്നും. ചിന്ന ഭിന്നമായി കിടക്കുന്നു, അരഞ്ഞു പോയി കിടക്കുന്നു. ഒരു മനുഷ്യൻ ഇല്ലാണ്ടായി, അയാളെ കാണാൻ കിട്ടാണ്ടായി വീട്ടുകാർക്ക്. അങ്ങനെ ഒരു വിഷമം വരാറുണ്ട്. ഒരു കേസ് എനിക്ക് ഓർമ്മ ഉള്ളത്, ഒരു പ്രാവശ്യം എൻ്റെ ജൂനിയർ ഡോക്ടർ ആരതിയാണ് കേസ് ചെയ്തത്. ഒരു ബോഡി കിട്ടി വടക്കാഞ്ചേരി പോലീസിന്. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഏറ്റവും നീളത്തിൽ റെയിൽവേ ലൈൻ കിടക്കുന്നത് ആ ഭാഗത്ത്. അപ്പോൾ അവർക്ക് അധികം ഇങ്ങനത്തെ റെയിൽവേ കേസുകൾ കിട്ടും. ഒരു ബോഡി കിട്ടി, തല കിട്ടിയില്ല. ബോഡി മാത്രം റെയിൽവേ ലൈനിൻ്റെ അടുത്തുനിന്ന് കിട്ടി. അപ്പോൾ തല വെച്ച് കിടന്നതാണ്, വേർപെട്ട് പോയതായിരിക്കും, എവിടെയെങ്കിലും ഉണ്ടാകും. പോലീസ് തിരഞ്ഞു നടന്നു, പക്ഷെ തല കിട്ടിയില്ല. അപ്പോൾ ബോഡി കൊണ്ട് ഇവർ വന്നു വടക്കാഞ്ചേരി പോലീസ്. കേസ് പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും വിവരം കിട്ടി.
എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ തല തൃശ്ശൂർ കിട്ടി. തല തൃശ്ശൂർ റെയിൽവേ പോലീസിന് കിട്ടി. കാര്യം ഈ തല കയറിപ്പോയ സമയത്ത് തല തെറിച്ചിട്ട് എഞ്ചിൻ്റെ അകത്ത് കുടുങ്ങിപ്പോയി. എന്നിട്ട് ഈ ട്രെയിൻ അതും കൊണ്ട് തൃശ്ശൂർ വരെ പോയി. പിന്നെ അവരവിടെ നിർത്തിയ സമയത്ത് അവരവിടെ പരിശോധിച്ചപ്പോൾ തല കിട്ടി. എന്നിട്ട് തൃശ്ശൂർ റെയിൽവേ പോലീസ് ഈ തലയും കൊണ്ട് വന്നു. അപ്പോൾ അത് വേറൊരു ക്രൈം നമ്പറാണ്, വേറൊരു കേസാണ്. ബോഡി വേറൊരു ക്രൈം നമ്പർ, വേറൊരു പോലീസ് സ്റ്റേഷൻ. 2 കേസും വന്നു. 2 കേസ് അവിടെ തന്നെ വന്നു. അത് അടുത്തടുത്ത PM നമ്പറുകളായിട്ട് 2 പോസ്റ്റ്മോർട്ടം ആയിട്ട് അത് ചെയ്തത്. പക്ഷെ നമുക്ക് അത് മാച്ചിങ് ആയിരുന്നു തലയും ബോഡിയും. അപ്പോൾ അത് ഡോക്ടർ അത് രണ്ടും ഒരു ഡോക്ടർ തന്നെ ചെയ്തു. ആളത് എഴുതി വെച്ചു. ഈ കേസിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അവസാനം ഇന്നതിൻ്റെ ബാക്കി ഇന്ന ക്രൈം നമ്പർ, ഇന്ന പോലീസ് സ്റ്റേഷൻ PM നമ്പർ ഇന്നതിലുണ്ടെന്നും മറ്റേതിലും അങ്ങനെ തിരിച്ചു എഴുതി വെച്ചു. തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ബോഡി തലയും ശരീരവും ഒന്നിച്ച് ചേർത്ത് തുന്നി ഒരു മനുഷ്യരൂപത്തിലാക്കിയിട്ട് ആളുടെ അച്ഛന് കൈമാറാൻ സാധിച്ചു. പലപ്പോഴും അങ്ങനത്തെ കേസുകൾ വരുമ്പോൾ ഒരു മുഖം നഷ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ നമ്മൾ തുന്നിച്ചേർത്ത് ഒരു മുഖം ഉണ്ടാക്കി കൊടുക്കും. നമ്മളല്ലാതെ നമ്മളെക്കാളും ചെയ്യുന്നത് അറ്റൻഡേഴ്സാണ്, അസിസ്റ്റൻസാണ്. അവരെക്കുറിച്ച് പറയാതിരിക്കാനേ പറ്റില്ല. അവർ നമ്മുടെ കണ്ണും കയ്യുമാണ് മോർച്ചറിയിൽ. കാരണം നമ്മൾ കാണാത്തത് ചിലപ്പോൾ അവർ കാണും, നമുക്ക് പറഞ്ഞു തരും. കാരണം അവർക്കും അറിയാം ഇത് വെറുതെ ഒരു തല പൊളിക്കുക അല്ലെങ്കിൽ ബോഡി തുറക്കുക അങ്ങനെ ഒരു കാര്യമല്ല. ഇതൊരു വലിയ പ്രോസസ്സിൻ്റെ ഭാഗമാണെന്ന് അവർക്കും അറിയാം. ഈ മനുഷ്യന് നീതി കൊടുക്കുകയാണ് നമ്മളെന്ന് അവർക്കറിയാം. അപ്പോൾ അവർ പ്രത്യേകിച്ചും അതിൽ പല അസിസ്റ്റൻറ്റും നമ്മുടെ ഗുരുനാഥന്മാരെ പോലെ. കാരണം അവർ നമ്മുടെ ഒപ്പം നിന്ന് നമ്മൾ ഡിസെക്ഷനൊക്കെ പഠിപ്പിച്ചവരാണ്. നമ്മൾ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുമ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ബഷീർക്ക് ഉണ്ടായിരുന്നു, മുരളി എന്ന് പറഞ്ഞ ചേട്ടനുണ്ടായിരുന്നു. ഇവരൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളവരാണ്. ഡിസെക്ഷനൊക്കെ നമ്മളെ പഠിപ്പിച്ച് നമ്മുടെ കൂടെ നിന്നിട്ടുള്ളവരാണ്. പിന്നെ ഒരു ബുഷറത്തുണ്ട്. ബുഷറത്തൊക്കെ ഇങ്ങനെ വളരെ സൂക്ഷ്മമായിട്ട് ഇത് നോക്കും. മേഡം ഇവിടെ ഇങ്ങനൊരു സാധനം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചിലപ്പോൾ മിസ് ചെയ്തിട്ടുണ്ടാവില്ല, എന്നാലും അത് നമ്മളോട് പറയും. പിന്നെ ഒരാളുടെ അശ്രദ്ധ കൊണ്ട് പോലും ഒരു നഷ്ടം, ഒരു മിസ്സിങ് അതിൽ വരാൻ പാടില്ല. അപ്പോൾ അവരാണ് തിരിച്ച് തുന്നി ഒരു മുഖമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ എനിക്ക് വിഷമം വന്ന വേറൊരു കേസാണ്. ഒരു പ്രാവശ്യം ഒരു ആള് ചുമട്ട് തൊഴിലാളിയായിരുന്നു. അവർ ഗ്രാനൈറ്റിൻ്റെ വലിയ ബ്ലോക്ക് ഇങ്ങനെ ലോറിയിൽ നിന്ന് ഇറക്കി കയറ്റിച്ച സമയത്ത് അത് പെട്ടെന്ന് വന്ന ആളുടെ മുഖത്ത് വീണുപോയി. വേറെ ശരീരത്തിൽ എവിടെയും ഒരു ഇഞ്ചുറി ഇല്ല, പക്ഷെ മുഖം ചതഞ്ഞു പോയി. അങ്ങനെ മുഖം നഷ്ടപ്പെട്ട ഒരു ആൾ, അത് നമ്മൾ തുന്നി ചേർത്ത് കാണാൻ പറ്റുന്ന ഒരു മുഖമാക്കിയിട്ട് കൊടുത്തു. അപ്പോഴൊക്കെ നമുക്ക് ആ ഒരു സഹാനുഭൂതി എന്നുള്ളതുണ്ട്. നമ്മളെപ്പോലത്തെ ഒരാൾ എന്നുള്ള സഹാനുഭൂതി എപ്പോഴും ഉണ്ട്. അത് വേണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ വേറൊരു കേസ്, എനിക്ക് അതുപോലെ വിഷമം വന്നൊരു കേസ്, ഒരു കുട്ടി. പക്ഷെ ആ കേസ് പിന്നീട് അതൊരു കോൺട്രവേഴ്ഷ്യലാണ്. ഇതെന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല, എന്തുകൊണ്ട് എന്നുള്ളതൊന്നും. ആ കുട്ടിയുടെ മുഖം പൊട്ടിത്തെറിച്ചു, മുഖം മാത്രം, ഒരു പെൺകുട്ടി, മുഖവും കൈയും. അത് ഫോണ് പൊട്ടിത്തെറിച്ചാന്നുള്ളൊരു ഭാഷയുണ്ട്, അല്ല പന്നിപ്പടക്കമാണെന്നുള്ളൊരിതുണ്ട്. എന്ത് സംഭവിച്ചെന്നുള്ളത് ഇപ്പോഴും അത് തെളിയുന്നേ ഉള്ളൂ, അതിനെക്കുറിച്ച് ഞാൻ പറയാൻ പറ്റില്ല. പക്ഷേ ആ കുട്ടിയുടെ മുഖം അങ്ങനെ ചെതറിപ്പോയി. അപ്പോൾ ആ കേസ്, ബാക്കി എന്ത് കേസും, എത്ര നിഷ്ഠുര കൊലപാതകം, എന്ത് കാര്യവും കണ്ടുകൊണ്ട് നിൽക്കാറുണ്ട്. ഇത് പക്ഷേ കണ്ടുകൊണ്ട് നിൽക്കാൻ മനസ്സ് വന്നില്ല, ഒന്നാമത്. പിന്നെ അപ്പുറത്ത് ഞാൻ വേറെ കേസ് ചെയ്യുമായിരുന്നു, അതുകൊണ്ട് പിന്നെ ഇവിടെ വന്ന് നിൽക്കുന്നതും ശരിയല്ല. അപ്പോൾ അത് ചെയ്തു. പക്ഷെ ആ കേസ് കഴിഞ്ഞപ്പോഴും ഞാൻ അങ്ങനെ വന്ന് നോക്കിയില്ല. എനിക്കൊരു വിഷമം വന്നത്, ഈ കുട്ടിയുടെ മുഖം ഒന്ന് കാണാൻ കിട്ടിയില്ലല്ലോ വീട്ടുകാർക്ക്. അവരെങ്ങനെ ഇതിൻ്റെ മുഖത്ത് നോക്കും എന്നുള്ളൊരു, കാരണം തുന്നിച്ചേർക്കാൻ പോലും ഒരു ഇത് കിട്ടിയില്ല. അങ്ങനെ ഒരു വിഷമങ്ങൾ നമുക്ക് വരാറുണ്ട്. അപ്പോൾ പേടിയേക്കാളും അറപ്പിനേക്കാളും ഒക്കെ ദുഃഖം എന്നുള്ള സാധനമാണ് ചില സമയങ്ങളിൽ. എന്നുവെച്ചാൽ ദുഃഖം എന്ന് പറഞ്ഞാൽ നമ്മളെന്നും കേസ് ചെയ്ത് കരയാനൊന്നും പറ്റില്ല. അങ്ങനെ കരഞ്ഞു തീർക്കാവുന്ന ദുഃഖമല്ല അത് ഉള്ളിലൊരു ഭാരമാണ്. അങ്ങനെയുള്ളൊരു ഭാരം പല കേസുകൾ ചെയ്യുമ്പോഴും നമുക്ക് വരും. പക്ഷെ അതിങ്ങനെ കുന്നുകൂട്ടി വെക്കുന്നതിലും അർത്ഥമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എഴുത്ത് വീണ്ടും തുടങ്ങിയത് PG കാലത്താണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എഴുതി തീർക്കാന്നുള്ള പല കേസുകളും കാണുമ്പോൾ അതിനെക്കുറിച്ച് അതൊരു കഥ പോലെയോ അങ്ങനെയായിട്ട് എഴുതും. അങ്ങനെ എഴുതിയൊരു കഥയാണ് എൻ്റെ ഒരു കൊളീഗ് ചെയ്തത്. സുധ എന്നാണ് പേര്, പക്ഷേ ആളുടെ പേര് അതായിരുന്നില്ല, ഞാൻ മാറ്റിയിട്ടതാണ്. ഒരു 40 വയസ്സൊക്കെയുള്ള 40s ലേഡിയാണ്. കല്യാണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരാളെ ഒരു ഇഷ്ടം വന്നു. അപ്പോൾ വീട്ടിലൊക്കെ പറഞ്ഞു, വീട്ടുകാർക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല, എന്നാൽ വേണ്ടാന്നും പറഞ്ഞില്ല. അപ്പോൾ ഇവരെന്തായാലും ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചു. പോയി ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്തു, അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കാൻ പറഞ്ഞു. ആളവിടെ വരാമെന്ന് പറഞ്ഞു. പക്ഷെ ആൾ വന്നില്ല. അപ്പോൾ അവരുടെ കാരണം അത്രയും ലേറ്റായൊരു സമയത്ത് എന്തോ ഒരു വൈകി വന്ന ഒരു മോഹത്തിൻ്റെ പുറത്ത് പുറപ്പെട്ട ഒരാൾക്ക് തിരിച്ചവർക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റിയില്ല. അവിടെ തന്നെ അമ്പലത്തിൻ്റെ അടുത്ത്, എനിക്ക് ഗുരുവായൂരെന്ന് എൻ്റെ ഓർമ്മ, ഒരു റൂമെടുത്തു, അവിടെ തൂങ്ങി മരിച്ചു. അപ്പോൾ സുധ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരു 8 വരി മാത്രമുള്ളൊരു കഥ എഴുതിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കേസുകളൊക്കെ ഇങ്ങനെ കഥയായിട്ട് എഴുതാം. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് കാലമായിട്ട് എഴുതുന്നത് മുഴുവനും ഡാർക്കാണ്, എല്ലാം ആത്മഹത്യയും എല്ലാം മരണമാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ 1-2 ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു, നീ ഭയങ്കര നെഗറ്റീവ് ആവുന്നു, ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് എൻഡ് കൊടുത്ത് നോക്കിക്കൂടെ? എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു, ഒരു ഓൾട്ടർനേറ്റീവ് കൊടുത്തൂടെ? അപ്പോൾ ഞാൻ ആലോചിച്ചു.
പക്ഷെ എനിക്ക് തോന്നി അത് ശരിയല്ല. കാരണം ഞാൻ അവരുടെ ജീവിതമാണ് എഴുതുന്നത്, ഞാൻ എഴുതുന്നൊരു കഥയല്ല. അപ്പോൾ അതിൽ ഒരു തിരുത്ത് വരുത്താനുള്ള അവകാശം എനിക്കുണ്ടാവും. അവരുടെ ജീവിതം അവരത് ജീവിച്ചു, അവരത് ഒരു മനുഷ്യൻ അയാളുടെ സ്വന്തം മരണത്തിലേക്ക് എത്തുന്നത് എങ്ങനെയായിരിക്കും? അതിങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഉള്ളിലൊരു ഭീതി വരും, അല്ലെങ്കിൽ ഒരു വിഷമം വരും. ഒരാൾ സ്വന്തം മരണത്തെക്കുറിച്ച് തീരുമാനിച്ച് ചിലരത് പ്ലാൻ ചെയ്ത് മരിക്കാൻ വേണ്ടി മനുഷ്യർ എന്തുമാത്രം കഷ്ടപ്പെടുന്നോർത്ത് നമുക്ക് വിഷമം വരും. അങ്ങനെ അയാൾ അതിൽ അവസാനിച്ചു. അപ്പം നമ്മളതെടുത്തിട്ട് കാവ്യാത്മകതയ്ക്ക് വേണ്ടിയിട്ട് അത് മാറ്റി എഴുതുക, അതിലൊരു പോസിറ്റീവ് ചേർക്കുക, ഒരു വെള്ളം ചേർക്കുക ചെയ്യുന്നത് ഒരു നീതിയായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ അവരുടെ ജീവിതം രേഖപ്പെടുത്തുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, പലരും അവരുടെ മരണം കൊണ്ട് ആഗ്രഹിക്കുന്നത് തന്നെ എന്നെ ആരെങ്കിലും ഒന്ന് കേട്ടെങ്കിൽ, ആരെങ്കിലും എൻ്റെ ജീവിതം ഒന്ന് അറിഞ്ഞെങ്കിൽ. അവരുടെ സ്റ്റേറ്റ്മെൻറ്റാണ് അവരുടെ മരണം. പലർക്കും ആത്മഹത്യയുടെ കേസിൽ അവർ ലോകത്തോട് വിളിച്ച് പറയാൻ ആഗ്രഹിക്കണം, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ അനുഭവിച്ചു, ഞാൻ മരിക്കുകയാണെന്ന് അവർ വിളിച്ച് പറയുകയാണ്. അപ്പോൾ അവർക്ക് ഇത്രേ വേണ്ടുള്ളൂ, അവരുടെ ജീവിതം ഒന്ന് അറിയണം, എന്നെ ആരെങ്കിലും ഒന്ന് കേട്ടെങ്കിൽ എന്നാണ്. അതുകൊണ്ട് ഞാൻ അവരെ രേഖപ്പെടുത്തി വെക്കുന്നു. അതിന് അവരുടെ സമ്മതം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ അതിലൊരു വെള്ളം ചേർക്കുകയോ അത് പോസിറ്റീവാക്കി മാറ്റാനുള്ള അവകാശം ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം.